നമ്മൾ ഇന്ന് സിസ്റ്റർ ആൻ മരിയ SHനോടൊപ്പമാണ്. സിസ്റ്റർ സീക്രട്ട് ഹാർട്ട് കോൺഗ്രിഗേഷനിലെ ഒരു അംഗമാണ്. ഇപ്പൊ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഇവാഞ്ചലൈസേഷൻ കമ്മീഷന്റെ ചെയർപേഴ്സണായിട്ട് സിസ്റ്റർ സെർവ് ചെയ്യാണ്. സിസ്റ്ററെ ഷിക്കിനയിലോട്ട് വെൽക്കം. സിസ്റ്ററിന്റെ വൊക്കേഷൻ സ്റ്റോറി, റിലീജിയസ് ലൈഫിലോട്ട് എങ്ങനെ വന്നു, അതിന്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളോട് തുടങ്ങാമോ? ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിന്റെ മണവാട്ടിയായിട്ട് ഇന്നായിരിക്കുമ്പം എൻ്റെ ദൈവവിളിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് പറയുവാണെങ്കിൽ എൻ്റെ അമ്മ പറയാറുണ്ട്, ഒരു 3 വയസ്സ് തൊട്ടെന്നതുപോലെ ഈശോയുടെ മണവാട്ടിയാകാനുള്ളൊരു കൊതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും തന്നെ കമ്മൽ ഊരിക്കളഞ്ഞും തലയെ തോർത്തിട്ടും ഒക്കെ ഇങ്ങനെ സിസ്റ്ററായി വേഷം കെട്ടി നടന്ന കുറച്ച് നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നെ അന്നൊക്കെ എൻ്റെ മമ്മി പറഞ്ഞു തന്ന ഒരു വിശുദ്ധയുടെ ജീവചരിത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുവാണ് വിശുദ്ധ സീനാലി, വിശുദ്ധ കാതറിൻ. ആ കാതറിന്റെ ജീവചരിത്രം എൻ്റെ മനസ്സിൽ പച്ചകടാന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഓർക്കും, സഭയിൽ അതിമഹത്തായ സേവനം ചെയ്യാൻ ദൈവം തെരഞ്ഞെടുത്ത വലിയൊരു വിശുദ്ധയാണ് സീനാലി, വിശുദ്ധ കാതറിൻ. അതുകൊണ്ട് തന്നെ ഈ കാതറിന്റെ ജീവിതം എന്നെ സ്വാധീനിച്ചു. സിസ്റ്റർ ആകണമെന്ന് ആഗ്രഹിച്ചു. ഒപ്പം തന്നെ സിസ്റ്റേഴ്സാണ് എന്നെ പഠിപ്പിച്ചതും. ഞങ്ങളുടെ വീടുമായി അതീവ ബന്ധമുണ്ടായിരുന്ന ആരാധന മഠത്തിലെ സിസ്റ്റേഴ്സിന്. അതുകൊണ്ട് തന്നെ അവരുമായിട്ട് നല്ലൊരു കൂട്ടായിരുന്നു. അപ്പൊ ആ ഒരു കൂട്ടും മഠത്തിന്റെ മുറ്റത്ത് കളിച്ച് വളർന്നതൊക്കെ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതാകാം ഒരു പരിധി വരെ എന്നെ സിസ്റ്റേഴ്സ് എന്നുള്ള ആ ലൈഫിലേക്ക് എന്നെ മുന്നോട്ട് നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ സിസ്റ്റർ ആകാനായിട്ട് ആഗ്രഹിച്ചു. പിന്നെ കാലങ്ങൾ പിന്നിട്ടു. ഒരു 6ാം ക്ലാസ് വരെയൊക്കെ ആ ഒരു ചിന്ത ഒരു പരിധി വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ 7ാം ക്ലാസ് ടീനേജിന്റെ ഒരു സമയമൊക്കെ ആയപ്പോൾ ഒരു പക്ഷേ അത് എന്നിൽ നിന്ന് മാഞ്ഞു പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ തുടരെ ഒന്നും ഞാൻ പറയാറില്ല. എങ്കിലും പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട്, കാരണം പ്രയർഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് എനിക്ക് ഈശോ തന്നത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കരുതുക. പ്രാർത്ഥിക്കുന്ന ഒരു നല്ല അമ്മ, ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരമ്മ, വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് മുട്ടേ നിന്ന് കൈ വിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരമ്മയെ കണ്ടാണ് മക്കളായ ഞങ്ങൾ 3 പേര് എഴുന്നേറ്റിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു ഈശോയെ ചൂണ്ടിക്കാണിച്ചു തന്ന അമ്മയെ കണ്ടതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈശോ കൂടെയുണ്ടാകും, ഈശോ അനുഗ്രഹിക്കും, ഈശോ ബ്ലെസ് ചെയ്യുന്ന ഒരു കുഞ്ഞു ചിന്തയാണ് അന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയോടുള്ള ഇഷ്ടമായിരിക്കാം എന്നെ മുന്നോട്ട് നയിച്ചതും. വ്യക്തിപരമായ ഈശോയോട് പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രേരണ അന്ന് തൊട്ട് എൻ്റെ മനസ്സിലുണ്ട്. അത് ആരും വന്ന് പഠിപ്പിച്ചതല്ല. പക്ഷെ മമ്മി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചിന്തയാണ് ഈ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥനകളും ഒക്കെയായി, പഠനമൊക്കെയായി, ടീനേജായി, അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഒക്കെ, ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന കാലഘട്ടത്തിൽ 7, 8, 9 എൻ്റെ ക്ലാസ് പഠനത്തിൽ ഒരു പക്ഷേ ദൈവവിളിയെക്കുറിച്ച് അധികം ചിന്തിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് എൻ്റെ ലൈഫ് എന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. പിന്നീട് 10ാം ക്ലാസ് ആയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ചിക്കൻ ബോക്സ് പിടിപെടുകയാണ്. അപ്പോൾ ചിക്കൻ ബോക്സ് പിടിപെട്ട ആ ഒരു സമയം ഞാൻ വീട്ടിലായിരുന്നൊരു 15 ദിവസങ്ങളുണ്ട്. ആരും വീട്ടിലില്ലാത്ത സമയം. രാവിലെ പപ്പായും അമ്മയും പറമ്പില് ഇഞ്ചി കൃഷിയൊക്കെ ഉണ്ടപ്പോൾ അവരതിനായിട്ട് ഇറങ്ങിപ്പോകും. പിന്നെ എൻ്റെ സഹോദരങ്ങൾ 2 പേര് സ്കൂളിൽ പോകും. അപ്പോൾ എൻ്റെ വീട് ഏകദേശം ഒരു മൂലമറ്റം അടുത്താണ്. അതുകൊണ്ട് തന്നെ അവിടെ കുളമാവ് ആ ഭാഗത്തേക്കുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ ഒരു പവലിൻ എന്ന് പറയുന്ന ഒരു വിസിറ്റിംഗ് കേന്ദ്രമുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെയും പെൺകുട്ടി ആയതുകൊണ്ടും അമ്മ ഒത്തിരി പുറത്തിറങ്ങി നടക്കാൻ പ്രോത്സാഹിപ്പിക്കാറില്ലായിരുന്നു. അപ്പോൾ ഇവരെന്നും പോകുമ്പോൾ വീട് അടച്ചിട്ടിട്ടാണ് പോകും. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന ഒരു 15 ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ രോഗത്തിന്റെ വേദനകൾക്കപ്പുറത്ത് ആ സമയത്താണ് ഞാൻ ഒരുപാട് ഈശോയുമായിട്ട് അടുത്തത്. എനിക്കിന്നും അത് എൻ്റെ ആ 7ാം ക്ലാസ് തൊട്ട് ഉള്ള ആ ഒരു മറഞ്ഞു കിടന്ന കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വന്നതും ഈശോ എന്നെ പേഴ്സണലായി ഈശോയുടെ സ്നേഹത്തിലേക്ക് വിളിക്കുന്നുവെന്നും എനിക്ക് തോന്നിയ സമയങ്ങളായിരുന്നു ഈ 15 ദിവസങ്ങളെന്ന് പറയും. 15 ദിവസത്തില് ഞാൻ ഒത്തിരി ഈശോ എന്നെ ഇൻഡിവിജ്വലി എന്നെ വിളിച്ചു. എൻ്റെ ദൈവവിളി എന്ന് പറയുക, ഞാൻ ചിന്തിക്കുന്നത് ഇന്നും ആരും അല്ലെങ്കിൽ സിസ്റ്റർ ആയാൽ കൊള്ളാം, കൊച്ചു വരുന്നോ എന്ന് ഒരു പ്രേരണ തന്ന് വിളിച്ചു എന്ന് പറയുന്നതിനപ്പുറത്ത് എനിക്ക് പറയാൻ പറ്റും, എൻ്റെ ഉള്ളിൽ ഈശോ നിക്ഷേപിച്ചതാണ് ഞാൻ ഈശോയുടെ മണവാട്ടിയാകണം എന്നുള്ളത്. ആ ഒരു പ്രേരണ ശക്തമായതും ബൈബിള് വായിക്കാൻ തുടങ്ങിയതും ഈശോയുടെ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടതുമായ ഒരു കാലഘട്ടം അതായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷയുടെ സമയമായി. ഞാൻ പഠിച്ചത് കൊളമാവ് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്.
അപ്പോൾ അവിടെ ഒരു കത്തോലിക്കത്തിന്റെ ഒന്നുമില്ല, എല്ലാവരുമായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്ന സമയം. എന്നാൽ സൺഡേ കാറ്റഗിസം ഉണ്ട്, വീട്ടിലെ പ്രാർത്ഥനകള്, അതൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ലൈഫിൽ. എന്നാൽ ഈ ചിക്കൻ ബോക്സ് കഴിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് എത്തുന്ന വേറൊരു ആളായിട്ടാണ്. കുറച്ചുകൂടി ഒരു ശാന്തതയിലേക്കും കുറച്ചുകൂടി ഒരു പഠന മേഖലയിലേക്കും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ നന്നായിട്ട് പഠിക്കും. സ്കൂളിൽ ഞാൻ ഫസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിനൊക്കെ എന്നെ വലിയ കാര്യമാണ്, നന്നായിട്ട് പഠിക്കും. അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഈ പരീക്ഷയുടെ ഏറ്റവും അവസാനത്തെ സമയം SSLC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ടെൻഷനും ഒരുക്കങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ രാവിലെ എക്സാം തുടങ്ങുന്ന ഒന്നാം ദിവസം രാവിലെ ഞാൻ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എക്സാമിനായിട്ട് യാത്രയാവുക. ബസ് കയറി വേണം സ്കൂളിലേക്ക് പോകാൻ. അങ്ങനെ ബസ് കയറി സ്കൂളിലേക്കുള്ള ഈ യാത്രയിൽ ബസ്സിൽ വെച്ചാണ് തിരിച്ചറിയുന്ന ഹോളിൽ എൻട്രി ചെയ്യണമെങ്കിലുള്ള ഹോൾ ടിക്കറ്റ് എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമമായി, കരച്ചിലായി. ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ല. അങ്ങനെ വാവിട്ട് കരയുകയാണ് ബസ്സിലിരുന്നു കൊണ്ട്. അപ്പോൾ ബസ്സിലിരുന്ന് കരയുമ്പോൾ തൊട്ടു പുറകിൽ ഒരു സിസ്റ്റർ നിൽക്കുകയാണ്. അത് സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. അപ്പോൾ ആ സിസ്റ്റർ പെട്ടെന്ന് പറയുകയാണ്, എന്തിനാ കൊച്ചേ കരയുന്നേ? ഒരു ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ഇവിടെ ഇത്രയും കരയേണ്ട കാര്യമുണ്ടോ? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് വരെ ഒരു സിസ്റ്റർമാരും ഗവൺമെന്റ് സ്കൂളിൽ സൂപ്പർവിഷന് വന്നിട്ടില്ല. സിസ്റ്റർ അങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ വേദനയിൽ ഈ സിസ്റ്റർ പറഞ്ഞതൊന്നും എനിക്ക് ആശ്വാസമായിട്ട് തോന്നിയില്ല. അതെന്നെ ഒത്തിരി ഭാരപ്പെടുത്തി. എങ്കിലും പെട്ടെന്ന് തന്നെ സ്കൂളിലെത്തി. നന്നായിട്ട് പഠിക്കുന്ന കൊച്ചായതുകൊണ്ട് ടീച്ചേഴ്സ് പെട്ടെന്ന് തന്നെ ലെറ്റർ എഴുതി തന്നു. ഞാൻ ഹോളിൽ എൻ്റർ ചെയ്തു. പക്ഷെ അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, ഈ സിസ്റ്ററാണ് അന്ന് എൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി സൂപ്പർവിഷന് വേണ്ടി അറക്കുളം സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്നത് ഞാൻ അറിയുകയാണ്. അപ്പോൾ ഈ സിസ്റ്റർ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ അടുത്ത് വരും, എന്നെ ചിരിച്ചു കാണിക്കും, എൻ്റെ പേപ്പറിൽ നോക്കും. അങ്ങനെ സിസ്റ്റർ എന്നോട് ഒരു അടുപ്പം കാണിക്കുകയാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങളുടെയും പരീക്ഷകൾ കഴിഞ്ഞു. അവസാന ദിവസം സിസ്റ്റർ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ട്, ദൈവവിളിക്ക് വേണ്ടി ഒരു ക്യാമ്പ് ഉണ്ട്, വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വരാമെന്നാണ് സിസ്റ്റർ പറയുക. അപ്പോൾ എനിക്ക് തോന്നി അത് ഈശോ എന്നെ വിളിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. വീട്ടിൽ വന്ന് പറഞ്ഞു, പോകാനൊക്കെ ആഗ്രഹിക്കുന്നു. ഈ സമയത്താണ് ആരാധനാ മഠത്തിലെ സിസ്റ്റേഴ്സും എനിക്ക് എവിടെയോ ഒരു ദൈവവിളി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാകാം എന്നെ അവരുടെ കോൺഗ്രിഗേഷനിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ SH കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ വിളിച്ചിരിക്കുന്നു, മറ്റൊരു സിസ്റ്റർ വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ മെയ് മാസം 18-ാം തീയതി ആരാധനാ മഠത്തിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ്. ഉച്ച കഴിഞ്ഞ് പോയാൽ മതി. അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് രാവിലെ SH കോൺഗ്രിഗേഷനിൽ 2 സിസ്റ്റേഴ്സ് വീട്ടിലേക്ക് വരികയാണ്. അവർ വന്നിട്ട് പപ്പാടെ അമ്മയോടും പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വന്നതാണ്, അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് വന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പായുടെയും അമ്മയുടെയും പെർമിഷനോട് കൂടി അന്ന് തന്നെ ഞാൻ അവരുടെ കൂടെ, ഞാനും എൻ്റെ ട്വിൻസാണ് ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് മഠത്തിലേക്ക് പോവുകയാണ്. അതാണ് എൻ്റെ സന്യാസത്തിലേക്കുള്ള എൻ്റെ ആദ്യത്തെ കാൽവെപ്പ്. അവിടെ പോയി 1 മാസം നമ്മുടെ കമ്മാൻസി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്തോ എനിക്ക് അവിടെ ഒരുപാട് മറ്റൊരിടത്തും കിട്ടാത്തൊരു ശാന്തതയും സന്തോഷവും ഭൗതികമായും ആത്മീയമായും എല്ലാം ഒരു സെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്തൊരു സമയം. അത് ദൈവവിളിയാണോ എന്നൊന്നും പറയാൻ എനിക്ക് ആ സമയത്ത് അറിയില്ല. പക്ഷെ എൻ്റെ മനസ്സ് വീണ്ടും അങ്ങോട്ട് പോകണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വന്നിട്ടും അങ്ങോട്ട് തന്നെ പോകാനുള്ള തീരുമാനത്തോടെ ഞാൻ വീണ്ടും കോൺഗ്രിഗേഷനിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ദൈവവിളിയുടെ ആദ്യ നാളുകൾ എന്ന് പറയുന്നത്. സിസ്റ്ററിനെ 2 കോൺഗ്രിഗേഷൻസ് ഒന്ന് കണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് ഏത് കോൺഗ്രിഗേഷനിലാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ച വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? അതിന് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ഉണ്ട്. ഞാൻ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൽ അംഗമാകാൻ തന്നെ കാരണം ഈശോയുടെ തിരുഹൃദയം എന്നെ വിളിച്ചു എന്ന് എനിക്ക് ഇൻഡിവിജ്വലി എനിക്കൊരു വിഷൻ കിട്ടിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, എൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും ഈശോയുടെ തിരുഹൃദയത്തിന്റെ ജപമാല ചൊല്ലും. അത് എത്ര താമസിച്ചാലും ആ പ്രാർത്ഥന ചൊല്ലാതെ എൻ്റെ വീട്ടിൽ എന്നെ കിടത്താറില്ല. അപ്പോൾ എനിക്ക് അന്ന് പരീക്ഷയ്ക്ക് ടെൻഷൻ വന്നാലും പരീക്ഷ പാടായാലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക ഈശോയുടെ തിരുഹൃദയത്തോടാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടും സിസ്റ്റർമാരിങ്ങനെ വന്ന് വിളിച്ചു. അങ്ങനെ തിരുഹൃദയത്തിൽ ചെന്നെങ്കിലും അവിടെ ചെന്നപ്പോഴെല്ലാം കൂടുതലും ഞാൻ പഠിക്കുന്നതും അവർ പ്രാർത്ഥിക്കുന്നതെല്ലാം ഈശോയുടെ തിരുഹൃദയത്തോടാണ്. അത് എന്നെ ഒരുപാട് സ്വാധീനിച്ചു. അപ്പോൾ എനിക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേരാനുള്ള ഒരു വിളി ഈശോ തരുന്നുവെന്ന് എനിക്ക് കൂടുതലായി ഒരു ഇൻസൈറ്റ് കിട്ടിയത് അവിടെ ആ കോൺഗ്രിഗേഷനിൽ ചേർന്ന സമയത്താണ്. അപ്പോൾ അവിടെ ആ 15 ദിവസങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാറ്റഗിസത്തിലൊക്കെ പഠിക്കും, പക്ഷെ എനിക്കങ്ങനെ ഫസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ കാറ്റഗിസം പഠിച്ച് പാസ്സായോന്നറിയില്ല, പരീക്ഷ എഴുതിയിട്ടാണ് ഈ പ്രോഗ്രാമിന് പോവുക. അപ്പോൾ ഈ പ്രോഗ്രാമിന്റെ സമയത്ത് ഞാൻ ഈശോയുടെ തിരുഹൃദയത്തോട് 2 കാര്യങ്ങളാണ് ചോദിച്ചത്. ഈശോയുടെ തിരുഹൃദയമേ, എനിക്ക് 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് തരണം. 2, എനിക്ക് ഈ കാറ്റഗിസത്തിനൊരു ക്യാഷ് അവാർഡ് കിട്ടണം. അപ്പൊ അതുവരെ എനിക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടും എൻ്റെ നിയോഗം ഇതായിരുന്നു. അന്നത്തെ എൻ്റെ 15 വയസ്സ് പൂർത്തിയാകുന്നതിന് ഞാൻ പരീക്ഷയൊക്കെ എഴുതി. അപ്പോൾ ആ ഒരു 15 വയസ്സിന് തക്കതായ പക്വതയിൽ ഞാൻ ഈശോയോട് ചോദിച്ച ഈ 2 കാര്യങ്ങളായിരുന്നു.
എനിക്ക് ഈശോ അത് രണ്ടും തന്നു. സ്കൂളിൽ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. ഒപ്പം തന്നെ ഒരിക്കലും കിട്ടാത്ത പോലെ എനിക്ക് കാറ്റഗറിസത്തിന് ക്യാഷ് അവാർഡാണ് രൂപതയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊരു വലിയൊരു അടയാളമായിട്ടാണ് ഈശോയുടെ തിരുഹൃദയം എന്നെ ബ്ലെസ് ചെയ്തു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മണവാട്ടിയായി ജീവിച്ചു മരിക്കണം എന്നൊരു കൊതിയാണ് അന്ന് എന്നെ പ്രേരിപ്പിച്ചതും എൻ്റെ തീരുമാനങ്ങൾക്ക് കാരണമായതും. എന്നിട്ട് സിസ്റ്റർ ഇപ്പൊ കോൺഗ്രിഗേഷൻ ചേർന്ന് കഴിഞ്ഞിട്ടുള്ള ലൈഫ് എങ്ങനെയായിരുന്നു? കോൺഗ്രിഗേഷനിൽ 10ാം ക്ലാസ്സിൽ വന്നുവെങ്കിലും സത്യത്തിൽ 15 വയസ്സിന്റെ ഒരു പക്വത എന്ന് പറയുന്നത് ഒരു സന്യാസ ജീവിതത്തിന്റെ തെരഞ്ഞെടുപ്പിന് പറ്റിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇന്നും അതൊരു പക്വത തെരഞ്ഞൊരു തീരുമാനമാണെന്ന് നമുക്ക് പെട്ടെന്ന് തീരുമാനിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ട്. പിന്നെ ചെറുപ്പം തൊട്ടേ ഉള്ള വലിയൊരു ആഗ്രഹമാണ് ഒരു ഡോക്ടർ ആകണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാരണവും കൊണ്ട് അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട് അറക്കുളം സെന്റ് ജോസഫ് കോളേജ്. അവിടെ പഠിക്കണം, അതാണ് ഞങ്ങളുടെ കൂട്ടുകാർക്കിടയിലെ ചർച്ചയും വിഷയങ്ങളും ഒക്കെ. പക്ഷെ ഞാൻ ഈ സിസ്റ്റർ ആകാനായിട്ട് മഠത്തിലോട്ട് പാലായിക്ക് പോകുന്നത് കൊണ്ടും ആ കോളേജ് എനിക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ടും പിന്നെയുള്ളത് പാലായിലെ അൽഫോൺസ കോളേജാണ്. അപ്പോൾ അവിടെ ഒരു അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, +2 കഴിഞ്ഞിട്ട് സിസ്റ്റർ ആകാം. അപ്പോൾ തീരുമാനം കുറച്ചുകൂടി ഉറപ്പുള്ളതായിരിക്കും, നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാൻ പറ്റും. അങ്ങനെ അപ്പൊ തന്നെ അൽഫോൺസ കോളേജിൽ അഡ്മിഷന് വേണ്ടി കൊടുത്തു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ഒരു ബാച്ചിൽ സയൻസ് ഗ്രൂപ്പ് ഭയങ്കര ഇടിയാണ്. 91 ആളുകളാണ് ഒരു ക്ലാസ്സിൽ ചേരുന്നത്. അപ്പോൾ കിട്ടില്ല എന്നുള്ളത് അത്ര ഉറപ്പായിരുന്നു. അപ്പോൾ അഡ്മിഷന് കൊടുത്തിട്ടും ഒരു റെസ്പോൺസ് ഒന്നും വരുന്നില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു തീരുമാനം പറ, ഒന്നുകിൽ പ്രീ ഡിഗ്രി ചേരാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മടത്തി ചേരാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ പപ്പായുടെ ഒരു കസിൻ അഭിവന്ദി പിതാവുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു റെക്കമെൻഡേഷനോട് അൽഫോൺസ കോളേജിലേക്ക് പ്രീ ഡിഗ്രിക്ക് ചേരുവാണ്. അപ്പോൾ അങ്ങനെ അവിടെ സയൻസ് ഗ്രൂപ്പ് പഠിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ചിന്തിക്കുവാണ്, എനിക്ക് സിസ്റ്റർ ആയാൽ മതി. കാരണം അതാണ് എൻ്റെ ഉള്ളിൽ. ഇപ്പം ഞാൻ അപ്പൊ കുറച്ചുകൂടെ ഞാൻ ഒരു ഏജ് ആയി, 18 വയസ്സിന്റെ പ്രായത്തിലേക്ക് എത്താറായി. പക്ഷെ എങ്കിലും എനിക്ക് ഈ ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അങ്ങനെ ഒരു പ്രാർത്ഥന ആ സമയത്ത് ഒത്തിരി, പിന്നെ ആ ഒരു നിന്ന ഹോസ്റ്റല്, ആ ഒരു മഠത്തിന്റെ അന്തരീക്ഷമൊക്കെ ഒരുപാട് പ്രാർത്ഥനയിലേക്ക് നയിച്ചു. അപ്പൊ അവിടെ ആ ഒരു പ്രാർത്ഥനയും എന്നുള്ള വിശുദ്ധ കുർബാനകളും എല്ലാം ഈശോയിലേക്ക് അടുപ്പിച്ചത് കൊണ്ട് തന്നെ വേറൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ പിന്തിരിയുകയാണ്. പക്ഷെ എൻ്റെ പപ്പാടെ അമ്മയുടെയും ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു, എസ്പെഷ്യലി പപ്പാടെയും ബ്രദറിന്റെ ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടറായി കാണണം എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ഒത്തിരി പരിശ്രമിച്ചു. എന്നെ ഡോക്ടറാക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ അതിനുവേണ്ടി സെന്റ് ജോൺസിൽ ബാംഗ്ലൂർ വിടണം എന്നുള്ള, അന്നൊക്കെ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ബാംഗ്ലൂർ സെന്റ് ജോൺസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പോകണം, അതിനുള്ള എൻട്രൻസ് കോച്ചിങ്ങിലേക്കൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം സിസ്റ്റർ ആകാൻ വേണ്ടി എടുക്കുക. അത് പറഞ്ഞപ്പോൾ ഫാമിലി എങ്ങനെയാണ് എടുത്തത്? മമ്മി അന്നും ഇന്നും എന്നും മമ്മി സപ്പോർട്ടാണ്. കർത്താവ്, കാരണം മമ്മി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ വീട് മൂലമറ്റത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മൂലമറ്റത്തൊരു വലിയൊരു ഹോസ്പിറ്റലുണ്ട്, ബിഷപ്പ് വൈലി മെഡിക്കൽ സെന്റർ എന്നൊരു ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റലിൽ ഏറ്റവും ആദ്യത്തെ ഇരട്ട കുട്ടികളാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അമ്മമ്മ ഇപ്പോഴും പറയും, അവിടെ ഒരു സിസ്റ്ററാണ് മമ്മിയുടെ ഡെലിവറി എടുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഈ 2 ഇരട്ട പിള്ളേരെ എടുത്തിട്ട് മമ്മിയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ മമ്മിയോട് പറഞ്ഞു, ഇതിലൊന്നെ എനിക്ക് തന്നേക്കണം. ആ സിസ്റ്റർ സേക്രഡ് ഹാർട്ട് കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. അപ്പോൾ ഒരു പക്ഷേ മമ്മിക്കന്ന് ഞങ്ങൾ സിസ്റ്റർ ആകുമെന്നൊന്നും മമ്മിക്ക് ചിന്തകളില്ല. പക്ഷെ മമ്മി അന്നേ ഈശോട് പ്രാർത്ഥിച്ചോയെ, ഒരാളെങ്കിലും നിന്റെ മണവാട്ടിയാകണം. അന്നേ ഞങ്ങളെ കുഞ്ഞിലെ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ മമ്മി പ്രാർത്ഥിച്ചത് അതാണെന്നാണ് മമ്മി കാലങ്ങൾക്ക്, ഞാൻ സിസ്റ്റർ ആയതിനു ശേഷമാണ് മമ്മി ഇതൊക്കെ എന്നോട് പറയുക. അതിന് മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. വഴികളിലൂടെ ദൈവം ഒരുക്കി തന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ എനിക്ക് ആ ഒരു വലിയ ചിന്ത എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് മമ്മി എപ്പോഴും സപ്പോർട്ടാണ്. അപ്പൊ അമ്മ പറയും, പ്രാർത്ഥിക്കണം, സ്ട്രഗിൾസുകളൊക്കെ ഉണ്ട്, സന്യാസ ജീവിതം ഏറെ സ്ട്രഗിൾ നിറഞ്ഞതാണ്, പക്ഷെ പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകാം. അതുകൊണ്ട് മമ്മി 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. പക്ഷെ എൻ്റെ പപ്പായ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ബ്രദറിനൊക്കെ അത്രയും താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കത് ഉണ്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം ഒന്ന്, ഫാമിലിയിലേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിരുന്നു. നമുക്കൊരു വീടെന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ നമുക്കില്ല. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എൻ്റെ അപ്പനും അമ്മേനെ വളർത്തിയത്. അപ്പൊ സത്യത്തിൽ പല ദിവസവും പപ്പ കൂലിപ്പണിക്ക് പോകണം, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ്. അപ്പൊ ഒത്തിരി ഇല്ലായ്മകളിൽ ഒത്തിരി കണ്ടറിഞ്ഞൊരു സമയമാണ് എൻ്റെ ലൈഫിലുള്ളത്. അപ്പോൾ അങ്ങനെ സത്യത്തിൽ ഞാനൊക്കെ ഓർക്കും, 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ
പപ്പായ്ക്കും അമ്മയ്ക്കും പൈസ കൊണ്ട് ഒരു പുതിയ ഉടുപ്പ് മേടിച്ചു തരാൻ അവർക്കില്ല. പിന്നെ മമ്മിയുടെ വീട്ടുകാരാണ് എല്ലാവരും മേടിച്ചു തരുന്നതും. സ്വർണ്ണം എല്ലാം മമ്മിയുടെ വീട്ടുകാരാണ് മേടിച്ചത്. പപ്പായ്ക്കും അമ്മയ്ക്കുമായിട്ട് തരാനായിട്ട് അവർക്കൊന്നുമില്ല. കാരണം ഞങ്ങൾ അതുപോലെയുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ ഇല്ലായ്മയുടെ നടുവിലാണ് ജീവിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പായ്ക്ക് ഞാൻ നന്നായിട്ട് പഠിക്കും, അവളും പഠിക്കും. അപ്പൊ ഞങ്ങൾ പഠിച്ച് ഒരു ജോലി മേടിച്ച് നല്ലൊരു വീട്, അതൊക്കെ അവരുടെ സ്വപ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് പപ്പ അതിനെ അങ്ങോട്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ട്വിൻ സിസ്റ്ററിനാണെങ്കിൽ അവളുടെ വലിയ ആഗ്രഹമാണ് നേഴ്സ് ആകണമെന്ന്. പണ്ട് തൊട്ടേ അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അവൾക്ക് മടത്തി ചേരണമെന്ന് ഇഷ്ടമില്ല. പക്ഷെ എന്നെ പിരിയാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ല. ഞങ്ങൾ പിരിഞ്ഞ് ജീവിച്ചിട്ടില്ല ഒരിക്കലും. ഞങ്ങൾ ഉണ്ടായി പിന്നെ ഈ 12ാം ക്ലാസ് വരെ ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല. ഒരുമിച്ച് കിടക്കും, അങ്ങനെ ഞങ്ങൾ ഒരേപോലെയാണ് എല്ലാ കാര്യങ്ങളിലും. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ പപ്പായ്ക്കോ അമ്മയ്ക്കോ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് പപ്പായ്ക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പൊ പറഞ്ഞു അങ്ങനെയാണ് അവളോടും പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ കൂടെ മടത്തി പോകുന്നത്. കാരണം ഞാൻ തീരുമാനം മാറ്റിയല്ല, സിസ്റ്റർ ആകാൻ പോവാണ്. അപ്പൊ അവള് പറഞ്ഞു എന്നാ അവളെ പിരിയത്തില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു അങ്ങനെയാണ് നീയും പൊക്കോളാൻ പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് മടത്തി വരുവാണ്. ഒരുമിച്ച് മടത്തി വന്നു. പക്ഷെ സന്യാസത്തില് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഈശോ അങ്ങനെ ഒരു കോള് തന്നിട്ടില്ലെങ്കിൽ, ആരും നിർബന്ധിക്കപ്പെട്ട ഒരാൾ ദൈവവിളിക്ക് സ്വീകരിച്ചാൽ ഒരിക്കലും അവർക്ക് നിൽക്കാൻ പറ്റില്ല. അത് ഞാൻ ഇന്നോളം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഇവള് മടത്തി വന്നു. പക്ഷെ ഇവളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മമ്മിയോട് ഭയങ്കര അറ്റാച്ച്ഡാണ്. ഒരു വിധത്തിലും അവക്കൊന്നിനോടും കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്ന് അവള് ഭയങ്കര കരച്ചിലും വിഷമവും. അങ്ങനെ ഒരു വർഷത്തോളം അവള് പിടിച്ചു നിന്നു. അവള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അവള് വീട്ടിലോട് തിരിച്ചു വന്ന സമയത്ത് പപ്പ വീണ്ടും എന്നെ വിടാത്തൊരവസ്ഥയിലേക്കായി. പപ്പ പറഞ്ഞു പറ്റത്തില്ല, അങ്ങനെ പോകാൻ പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും പോകണ്ട എന്നുള്ള രീതിയിലേക്ക് പപ്പായും ഇച്ചിരി ശാഠ്യം പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഒരു ദിവസം വൈകിട്ട് 5:30 ബസ്സേ കയറി ഞാൻ മഠത്തിലോട്ട് പോരുവാണ്. മമ്മിയോട് പറഞ്ഞു അമ്മ ഞാൻ പോവാണ്. അങ്ങനെയാണ് ഞാൻ മഠത്തിലേക്ക് വന്ന് എൻ്റെ 2nd ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോസ്റ്റലൻസി എന്ന് പറയുന്ന സന്യാസീവത്തിന്റെ പരിശീലനത്തിന്റെ 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ എനിക്ക് സന്യാസത്തിൽ ഈശോ എന്നെ വിളിച്ചു എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ ഈ സന്യാസത്തിൽ കടന്നു വന്നതിന് ശേഷം ഒത്തിരി സ്ട്രഗിൾസിലൂടെ ഞാൻ കടന്നുപോയി. ഒരുപാട് സ്ട്രഗിൾസ്. അത് ഒരു പരിധിവരെ ഞങ്ങൾ ഇരട്ടകളായതുകൊണ്ട് ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ചിന്തിക്കുക ഒരാൾ പോയ വഴിയെ മറ്റേയാൾ പോകൂ. അതാണ് നമുക്ക് ശാസ്ത്രമൊക്കെ തെളിയിച്ചു തന്നിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെ മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈവൻ സിസ്റ്റേഴ്സിന്റെ മുമ്പിലാണെങ്കിലും ഞാൻ നിൽക്കുവോ, അതെല്ലാവരും ചോദിക്കുകയാണ്. ആ മറ്റേ കൊച്ചു പോയി, അപ്പൊ ഇതും പോകും. അപ്പോൾ പോകാനിരിക്കുന്ന ഒരു കൊച്ച് എന്ന ലെവലിലാണ് ഓട്ടോമാറ്റിക്കലി എല്ലാവരും എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിനെ സംഭവിച്ചിടത്തോളം അതിന്റെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. ഈവൻ സ്പിരിച്വൽ ഫാദേഴ്സിന്റെ പോലും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, ഞാൻ സിസ്റ്റർ ആകുവോ, ഞാൻ നിൽക്കുവോ. പക്ഷെ എനിക്ക് എൻ്റെ ഹൃദയം ഈശോയുടെ അല്ലാതെ വേറെ ആരോടും പറയാനില്ല. കാരണം ഞാൻ മഠത്തിൽ എന്ന് ചേർന്നോ അന്ന് തൊട്ട് സന്യാസ ജീവിതം നമ്മൾ വ്രതം ചെയ്യും. നമ്മൾ സിസ്റ്റർ ആകുമ്പോൾ ഒരു വ്രതമുണ്ട്, നമുക്ക് ഒരു പ്രൊഫഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കമ്മിറ്റ്മെന്റ് എടുക്കും. അത് മഠത്തിൽ ചേർന്ന അന്ന് തൊട്ട് ആ പ്രയർ നമ്മൾ ശരിക്കും നമ്മളെ അന്തരം തൊട്ട് പഠിപ്പിക്കുകയല്ല, പക്ഷെ അന്ന് തൊട്ട് ആ പ്രയർ ഞാൻ ചൊല്ലി ഈശോയ്ക്ക് എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മള് ആ ഒരു വലിയ സ്ട്രഗിള് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച വെച്ചാൽ മനസ്സിന്റെ വലിയൊരു യുദ്ധമായിരുന്നു എന്ന് വേണേൽ പറയാം. അപ്പൊ അഭയം തേടാൻ ഈശോ മാത്രമേ ഉള്ളൂ. മറ്റൊരാളോട് ഞാൻ ഇതാണ് എന്നല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറയാം, പക്ഷെ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് ഇവൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്കറിയാം. ഒരാൾ നമ്മളെ ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ട്രഗിള് എൻ്റെ ഈ 18-19 വയസ്സിനിടയിൽ ഞാൻ ശരിക്കും അനുഭവിച്ച ഒരു സമയമായിരുന്നു. പിന്നീട് അങ്ങോട്ട് 2nd ഇയർ കുഴപ്പമില്ലാതെയൊക്കെ അങ്ങ് കടന്നുപോയി. ഇപ്പൊ 3rd ഇയർ എന്ന് പറയുന്നതാണ് സന്യാസ ജീവിതത്തിന്റെ വസന്തകാലം, നോഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 1st ഇയർ 2nd ഇയർ ഒക്കെ നമ്മൾ ഇവർ ഒരുക്കുന്നത്. പക്ഷെ നമ്മൾ ആ സമയത്ത് ലോകത്തോട് നമുക്കൊരു ബന്ധമില്ല, നമ്മൾ വേറെ ആരോടും അങ്ങനെ അധികം സംസാരിക്കുന്നില്ല, പുറത്തു പോകുന്നില്ല. ഫുള്ളി പ്രയർ, മെഡിറ്റേഷൻ, പഠനം, ഈശോയും നമ്മൾ മാത്രമുള്ള ഒരു ബന്ധമാണ്. ജസ്റ്റ് ആ കമ്മ്യൂണിറ്റി വേണ്ട കാര്യങ്ങൾ ചെയ്യും, ഇത്രേ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ വിശുദ്ധരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ പറയും ഏറ്റവും കൂടുതൽ ഈശോ ഒരാളോട് അടുത്തു വരുന്ന അല്ലെങ്കിൽ ഒരു സന്യാസി ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോട് അടുത്തു വരുന്ന സമയമാണ് ഈ നോഷീറ്റ് കാലഘട്ടം. അപ്പൊ ഈശോയുടെ ഭയങ്കര ഒരു അടുപ്പം നമുക്ക് വരുന്നൊരു സമയം. ഇതെല്ലാം ഓർത്ത് കൊതിയോടെയാണ് 2nd ഇയർ ഫിനിഷ് ചെയ്ത് നോഷീറ്റിലോട്ട് കയറുന്നത്. അപ്പൊ എനിക്ക് ഒറ്റ ഒരു ആഗ്രഹമുള്ളൂ, എങ്ങനെയെങ്കിലും ഈശോയുടെ മണവാട്ടിയാണ്, ഈശോ ഉള്ളിൽ നിറയാണ്. ഇതൊക്കെ ഒരുപക്ഷെ അന്ന് നമ്മൾക്ക് കിട്ടിയ കുറെ ബോധ്യങ്ങളിൽ നിന്നാകും നമ്മുടെ ചിന്തകൾ. അപ്പൊ അങ്ങനെ എപ്പോഴും ഓരോ കുഞ്ഞു കാര്യം പോലെ ഈശോയോട് ചോദിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് 27 ദിവസം കഴിഞ്ഞ് നോഷീറ്റിൽ കയറി 27 ദിവസം എൻ്റെ കാലിന് നീര് വരുവാണ്.
അത് ശരീരം മുഴുവൻ നീര് വന്നു. ഇന്നിരുന്ന ഡ്രസ്സ് നാളെ ഇടാൻ പറ്റില്ല, ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ എന്നും ഈശോയോട് പ്രാർത്ഥിക്കുവാണ്, ഈശോ എനിക്ക് സഹനം തരണം. കാരണം ഈ എപ്പോഴും നമ്മൾ സിസ്റ്റേഴ്സിന്റെ എല്ലാം ജീവചരിത്രം വായിക്കുമല്ലോ, പ്രത്യേകിച്ച് വിശുദ്ധരായ അമ്മ ത്രേസ്യ, മറിയം ത്രേസ്യാമ്മ, ഇതൊക്കെ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ പിന്നെ സ്വാധീനിച്ചുള്ള വിശുദ്ധ മറിയം ത്രേസ്യാമ്മയാണ്. അപ്പോൾ മറിയം ത്രേസ്യാമ്മ കേരളത്തിലെ ആദ്യത്തെ പഞ്ചക്ഷതയാണ്. അപ്പൊ ആ ഒരു ഭയങ്കര ഇതൊക്കെ വേറെ ഒന്നും ഇല്ല, ലോകത്തിന്റെ ഒരു ചിന്തകൾ നമ്മുടെ ആ മനസ്സിൽ ആ സമയത്തൊന്നുമില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഈശോയിലേക്ക് അങ്ങ് ഒത്തുചേരുക, അല്ലെ ഈശോയുടെ പഞ്ചശതങ്ങൾ സ്വീകരിക്കുക, അങ്ങനെയൊക്കെ ഈശോയ്ക്ക് വേണ്ടി മരിക്കുക എന്നൊരു ചിന്തയാണ് മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഒത്തിരി സഹനം തരണം. ഇപ്പൊ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോഴേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഒത്തിരി സഹനം തരണേ എന്നാണ് പ്രാർത്ഥന. അപ്പൊ അത് ഇങ്ങനെ ഒരുപക്ഷെ അൽഫോൻസാമ്മയൊക്കെ എന്തുകൊണ്ട് ഈശോ എനിക്ക് സഹനം തന്നില്ല, അപ്പോൾ അത് നമുക്ക് ശരിയായ ഒരു ഗൈഡൻസ് ആ സമയത്ത് കിട്ടുന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. അപ്പൊ അങ്ങനെ ആയിരുന്ന സമയത്താണ് ഈ രോഗം കൂടുന്നു, എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. ഈ കാനോനിക്കൽ ന്യൂഷീറ്റിന്റെ ഈ 1 ഇയറിൽ 15 ദിവസം, ഞാൻ 6 മാസം കഴിഞ്ഞ് 15 ദിവസം ഞാൻ ഔട്ടായാൽ എഗെയിൻ ഞാൻ 1 ഇയർ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ എന്നെ 12 ദിവസം കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി 12ാം ദിവസം സിസ്റ്റർ മടത്തി കൊണ്ടുവരും. എന്നിട്ട് വീണ്ടും സിസ്റ്റർ എന്നെ കൊണ്ടുപോകും. അപ്പൊ എന്നെ മുറിച്ച് കളയാൻ ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പം ഞാൻ ഇങ്ങനെ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഇങ്ങനെ സഹനം കിട്ടുന്നതല്ലേ ഈശോയുടെ സ്നേഹമാണെന്നൊരു മനസ്സിൽ ചിന്ത കിടക്കുന്നത് കൊണ്ട് ഭയങ്കര ചിരിയാണ് എപ്പോഴും. അപ്പൊ എനിക്ക് കുർബാനയ്ക്ക് തരുന്ന ഒരു അച്ഛൻ കുർബാന തന്നിട്ട് പോയിട്ട് തിരിച്ചു. അച്ഛൻ ഇന്ന് മരിച്ചുപോയി, അച്ഛൻ ഇന്നില്ല. മലരൂപതയിൽ ഒരു അച്ഛനായിരുന്നു. അപ്പൊ അന്നേരം അച്ഛന് പറഞ്ഞു, കൊച്ചിന് ഭയങ്കര ചിരിയാണല്ലോ, ഇത്രയും വേദന ഉണ്ടായിട്ടും ചിരിക്കൊന്നും കുറവില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം അച്ഛനോട് പറഞ്ഞു, കൊച്ചെ കുർബാന തന്നിട്ട് ഞാൻ, നല്ല പ്രായമുള്ള ഒരു അച്ഛനായിരുന്നു, തിരിച്ചു കുർബാന തന്നിട്ട് ഞാൻ പോകുമ്പോ ഞാൻ കാണുന്നത് കൊച്ച് ഈശോയോട് സഹനം ചോദിക്കുന്നതായിട്ട്, അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാനത് മടത്തി ചേർന്ന ആളോട്ട് ചോദിക്കുവാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനോട് പറഞ്ഞു, കൊച്ചെ ഇപ്പൊ സഹനം ചോദിക്കരുത്, നമുക്ക് വേണ്ട സഹനം ഈശോ നമുക്ക് തരും. നീ സഹനം നീ ഒരു സിസ്റ്റർ ആകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ സഹനങ്ങൾ ഒത്തിരി വന്ന് നിനക്ക് ഒരു പക്ഷേ ഒത്തിരി വലിയ രോഗത്തിലേക്ക് പോയി നിനക്ക് സിസ്റ്റർ ആകാൻ പറ്റില്ല. അവിടെ ഇന്ന് തൊട്ട് നീ സഹനം ചോദിക്കരുത്, വേണ്ട സഹനം ഈശോ സമയത്ത് നമുക്ക് തരും. അങ്ങനെ അച്ഛനെ ഗൈഡ് ചെയ്തു. അന്ന് തൊട്ടാണ് ഈ സഹനം ചോദിക്കാത്ത ഒരു പ്രാർത്ഥന ഞാൻ നിർത്തുന്നത്. പിന്നെ ഈ രോഗം പിന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. അങ്ങനെ 1 വർഷക്കാലം മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം, എല്ലാ വിധത്തിലും നമ്മളിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അലർജി, മണ്ണ്, എല്ലാ വിധത്തിലും പ്രോബ്ലംസ് ആണ്. പേരൻസ് വന്നു അതിനിടയിൽ എന്നെ കൊണ്ടുപോകാനായിട്ട്, അവർക്കും ഭയങ്കര വിഷമം. പേരൻസിനെ അങ്ങനെ പെർമിറ്റ് ചെയ്യില്ല, പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ട് അവർ വന്ന് എന്നെ കാണുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ എന്റെ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ അധികാരികൾ തീരുമാനിക്കുകയാണ്. കാരണം ഇങ്ങനെ നോഷീറ്റിൽ കിടക്കുന്ന ഒരാള് സിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചാപ്പലിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാമായിരിക്കും, അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ, മടത്തിലെ പണിയോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവര് ഡിസിഷൻ എടുക്കാൻ തീരുമാനിച്ച ഒരു മീറ്റിംഗ് വെച്ചൊരു ദിവസമുണ്ട്. അപ്പൊ ആ ദിവസം അവരെന്നോട്, എന്റെ സിസ്റ്റർ പറയാണ്, എന്റെ സുപ്പീരിയർ പറഞ്ഞു, കൊച്ചെ ഞങ്ങൾ ഇന്നൊരു പ്രൊവിൻഷ്യൽ കൗൺസിൽ ഒരു മീറ്റിംഗ് നടത്തുകയാണ്, നിന്നെ കുറിച്ചാണ് ആ മീറ്റിംഗ്, എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ദൈവവിളി ഇല്ലെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല, പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. നീ വീട്ടിൽ പോയി ചികിത്സിച്ച് രോഗം ഭേദമായി എന്തെങ്കിലും കൂടുതൽ പഠിച്ചിട്ട് തിരിച്ചു വന്ന് ഒന്നുകൂടെ സിസ്റ്റർ ആകാം. അപ്പൊ എന്നെ സംബന്ധിച്ച് ആ ഒരു തീരുമാനം സിസ്റ്റർ പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ സിസ്റ്റർ പറഞ്ഞു, ഇന്നൊരു ദിവസമുണ്ട്, നിനക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം, ഈ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ എന്നെ ആ ചാപ്പലിൽ ഞാനപ്പോൾ ഇരിക്കുകയാണ്. രാവിലെ സിസ്റ്റർ പോയി 9:30 ചാപ്പലിൽ കയറി 4:30 വരെ ഞാൻ ചാപ്പലിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ചാപ്പലിൽ കയറി ഇങ്ങനെ, എനിക്ക് ഓർമ്മയുണ്ട്, ചാപ്പലിൽ ഒരു മൂലയിൽ ഇങ്ങനെ ഒരു ഇരിക്കുന്ന ഒരു മോണ്ട പോലെ ഒരു സാധനമുണ്ട്. അവിടെ ഇരുന്ന് ഇങ്ങനെ ഞാൻ ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, എന്തിനാണ് ദൈവം എന്നെ വിളിച്ചത്? ഈ സഹനങ്ങളും ഈ കണ്ണുനീരുകളും ഒരു ഉത്തരവില്ലാത്തൊരു ലൈഫാണ്. അപ്പൊ ഞാനിങ്ങനെ, എനിക്ക് ആ ഒരു ചാപ്പലിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ തൃത്വൈക ദൈവം എൻ്റെ അടുത്ത് വരുന്നൊക്കെ എനിക്ക് ഭയങ്കര, എൻ്റെ ലൈഫിൽ എൻ്റെ വിലപ്പെട്ട ചില എക്സ്പീരിയൻസുകളാണ്. ട്രിനിറ്റി, പിതാവായ ദൈവം ഈശോയും നിന്നിട്ട് നമ്മളിങ്ങനെ, എനിക്കറിഞ്ഞുകൂടെ ഇതൊക്കെ പറയാൻ പറ്റുമെന്നൊന്നും, അത്രയും ദൈവം ഇങ്ങനെ അടുത്ത് വന്ന് നമ്മളെ തൊടുവാണ് പിതാവ്. എന്നിട്ട് പുത്രന്റെ കയ്യിലേക്ക് എന്നെ പിടിച്ചു കൊടുക്കുന്ന ഒരു ദർശനം, അതൊന്നും ഞാൻ ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടത്, പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അതൊക്കെ എനിക്ക് ആ ദിവസമാണ് ഇതൊക്കെ തരുന്നത് ദൈവം. അപ്പൊ ഈശോയുടെ മണവാട്ടിയാക്കാൻ സ്വർഗം അംഗീകരിച്ചിരിക്കുന്ന ഒരു ഉത്തരം എനിക്ക് അവിടെ കിട്ടുവാണ്. അന്ന് ഞാൻ ബൈബിൾ എടുക്കുമ്പോഴാണ് ദൈവം തരുന്നത് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-2 വചനങ്ങൾ. കർത്താവ് അവൻ നടന്നു പോകുന്ന വഴിയിൽ ഒരു അന്ധനായ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാർ? ഒരു അന്ധനെ കണ്ടിട്ട് ശിഷ്യര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈശോ പെട്ടെന്ന് ശിഷ്യരോട് പറയാണ്, ഇവൻ അന്ധനായി ജനിച്ചത് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ്.
അപ്പോൾ ഈ ഒരു വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് രോഗമുണ്ട്, വേദനയുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പലവിധ ഒത്തിരി സ്ട്രഗിൾസുകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും എല്ലാം വന്ന് കിടക്കുവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എന്തോ ഒരു വലിയൊരു ആശ്വാസം എൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ ഞാൻ ആ ചാപ്പലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചത് ഇതാണ്, ഇനി നാളെ ഞാൻ തിരിച്ച് വീട്ടിൽ പോകണമെന്നാണ് ദൈവഹിതമെങ്കിൽ അത് നടക്കട്ടെ. പക്ഷെ ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തിലോട്ട് പോകാനായിട്ട് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും അന്നൊക്കെ എൻ്റെ മനസ്സിലുള്ളത് പോട്ടെ മാത്രമാണ്. അപ്പൊ പോട്ടെ പോയി സർവീസ് ചെയ്യുക, ആ ഒരു ചിന്തയോടെയാണ് ഞാൻ അന്ന് ചാപ്പലിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് ചാപ്പൽ സിസ്റ്റർ വന്നു, സിസ്റ്റർ മീറ്റിംഗ് കഴിഞ്ഞെത്തുന്നു. സുപ്പീരിയർ വന്നിട്ട് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ നോ ഷീറ്റ് തീരുവാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും തീരുമാനിക്കാന്ന് അവര് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു. ഏപ്രിൽ 30 നോ ഷീറ്റ് തീരുന്നു, മെയ് 1 നോ ഷീറ്റ് ഔട്ടാവും. അപ്പോൾ ഈ ഏപ്രിൽ 30 മെയ് 1 തൊട്ട് എൻ്റെ രോഗം കുറയുവാണ്. പയ്യെ നീര് കുറയാൻ തുടങ്ങി. എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഗാർഡനിൽ ഒത്തിരി വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എനിക്ക് നീര് നന്നായിട്ട് കുറയാൻ തുടങ്ങി. അന്ന് പല ടെസ്റ്റുകൾ നടത്തി. പക്ഷെ അന്നൊന്നും എനിക്ക് ഈ ലങ്സിന്റെ പ്രോബ്ലം അന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. പക്ഷെ എന്റെ ലങ്സ് ശരിക്കും ചുരുങ്ങുവാണെന്നോ ഒന്നും ആ സമയത്ത് അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുക ഈശോ അത് മറച്ചു വെച്ചു. അല്ലെങ്കിൽ അന്ന് എനിക്ക് ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്നോ, എനിക്ക് ഹൈലി ആസ്മാറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ എനിക്കുണ്ടെന്നോ ഒന്നും അന്ന് ഡോക്ടർമാര് ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് സിസ്റ്റർ ആയിട്ടുണ്ടാവില്ല. കാരണം സന്യാസത്തിൽ നമുക്ക് ഇന്ന നിബന്ധനകളുണ്ട്. ആരോഗ്യമുള്ള ഒരാളെയാണ് നമ്മൾ സിസ്റ്റർ ആകാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. അവിടെ സഭയുടെ നിയമങ്ങളാണ്. അപ്പോൾ ദൈവം മറച്ചു വെച്ചു. അപ്പൊ ദൈവം മറച്ചു വെക്കുമ്പോൾ അവര് പറയുന്ന മറ്റേ കൊച്ച് പോയത് കൊണ്ട് ഒരുപക്ഷെ ആ കൊച്ചിന് മനസ്സിന്റെ ഭാരമായിരിക്കാം, അല്ലെ മനസ്സിന്റെ ബുദ്ധിമുട്ടുകളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്താ പറയുക അറ്റൻഷൻ കിട്ടാനായിട്ട് മനസ്സ് പ്രിറ്റൻഡ് ചെയ്യുന്നതാകാം. അങ്ങനെയൊക്കെ ഒത്തിരി പല വിധത്തിലുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുവാണ്. അതൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷെ റിയൽ കോസ് ആർക്കും മനസ്സിലാക്കാൻ പറ്റാതെ ദൈവം അതിനെ മറച്ചു വെച്ചു. കാരണം ദൈവത്തിന് എന്നെ വേണമായിരുന്നു. ഞാൻ പിന്നോട്ട് ചിന്തിക്കുമ്പോഴെല്ലാം ദൈവം എൻ്റെ ദൈവവിളിയിൽ എത്രമാത്രം ഈശോ കരുതിയിരുന്നു. ഇന്ന് ഓരോരുത്തരുടെ ഒരു സിസ്റ്ററോ ഒരു അച്ഛനോ ആകുമ്പോൾ ദൈവം ഓരോരുത്തരുടെയും ദൈവവിളിയിൽ ഒരുപാട് കരുതലുകൾ ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എനിക്ക് എൻ്റെ ഇൻഡിവിജ്വലിയാണ്. അല്ലെങ്കിൽ ഞാൻ അന്ന് ആരും പ്രാർത്ഥിച്ചിട്ട് കൊച്ചാ നീ സിസ്റ്റർ ആകുമെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ലൈഫിൽ ഇന്നോളം എൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും കുറിച്ച് ഈശോ സംസാരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ രോഗങ്ങൾ കുറഞ്ഞ് പയ്യെ സിസ്റ്റർ ആകുന്നതൊക്കെ. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഫഷനിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അതാണ് എൻ്റെ ഒരു സിസ്റ്റർ ആകാനുള്ള എൻ്റെ ഒരു കാലഘട്ടത്തില്, ഫോർമേഷൻ കാലഘട്ടത്തില് ഞാൻ കടന്നു പോയതൊക്കെ. അപ്പൊ ഇന്ന് 3 മണിക്ക് രാത്രി ഞാൻ എഴുന്നേൽക്കും. അതൊക്കെ എൻ്റെ ഒരു പ്രെയർ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഏൽക്കാനായിട്ട് ആരും പറഞ്ഞിട്ടില്ല. എഴുന്നേറ്റ് കട്ടിലിൽ ഇരിക്കുക, ചാപ്പലിൽ പോകാൻ പെർമിഷൻ ഇല്ല. നമ്മൾ കട്ടിലിൽ ഇരിക്കില്ല, അവിടെ മുട്ടുകുത്തി നിന്ന് ഈശോയോട് പ്രാർത്ഥിക്കുവാണ്. അപ്പൊ ഇതെല്ലാം ആ സമയത്തൊക്കെ എന്നെ എപ്പോഴും വിശുദ്ധർ, പ്രത്യേകിച്ച് അമ്മ ത്രേസ്യ, യോഹന്നാൻ ക്രൂസ്, ഇവരൊക്കെ ഇങ്ങനെ ഈശോയോട് എന്തുമാത്രം അടുത്തു. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയില്ല. എത്രമാത്രം ഈശോയുടെ ഉള്ളിലേക്ക് അവർ പ്രവേശിച്ചു, അല്ലെ അവരിൽ ഈശോ ജീവിച്ചു. അത് എങ്ങനെയാ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും, നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെ വരാൻ പറ്റും, ആ ഒരു തലമാണ് എനിക്ക് കൂടുതലായിട്ട് എന്നെ സ്വാധീനിച്ചത്. അപ്പൊ ഈ അമ്മ ത്രേസ്യയ്ക്ക് എന്നെ ഒരുപാട് സ്വാധീനിക്കാൻ കാരണം അമ്മ ത്രേസ്യ മുഴുവൻ പ്രാർത്ഥനയിലൂടെ നേടിയെടുത്ത ഒരു കാര്യമാണ്. അപ്പൊ അമ്മ ത്രേസ്യ പ്രാർത്ഥനയുടെ അമ്മയാണ്, സഭയുടെ വലിയ വേദപാരംഗതയാണ്. അപ്പോൾ അമ്മ ത്രേസ്യ ഇങ്ങനെ പ്രാർത്ഥനയുടെ പല പടികൾ ചവിട്ടി കടന്ന് ആ യൂണിയനിലേക്ക്, കണ്ടംപ്ലേറ്റീവ് ആ കമ്മ്യൂണിയനിലേക്ക്, ദൈവമായിട്ടുള്ള കമ്മ്യൂണിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ അതൊക്കെ നമുക്കും പോസിബിൾ ആണെന്നാണ് അമ്മ പറഞ്ഞു വെക്കുക. അപ്പോൾ അത് എങ്ങനെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് എന്നെ ഒത്തിരി സ്വാധീനിച്ചതും ആ ഒരു ലെവലിലേക്കുള്ള യാത്ര. മറ്റൊന്നും എനിക്ക് പറയാൻ പറ്റും. സിസ്റ്റർ ആകുന്നിടത്തോളം കാലഘട്ടത്തില് ഒരു പരിധി വരെ ഒരിക്കലും ഒരു ലോകത്തിന്റെ ചിന്ത എന്നെ അടിമപ്പെടുത്തിയിട്ടില്ല. അല്ലെ തിരിച്ചു പോയി വേറെ എന്തെങ്കിലും ആകാമെന്നോ അല്ലെങ്കിൽ ഡോക്ടർ ആകാനുള്ള ആഗ്രഹങ്ങളോ അങ്ങനെ ഒന്നും എനിക്കറിയില്ല. ഒരു പക്ഷെ ദൈവം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് കരുതി നമുക്ക് ഫീലിങ്സുകൾ ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വെക്കുക. പക്ഷേ ദൈവം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തു. ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ ദൈവം ആ സമയത്ത് തരുവാണ്. അല്ലെങ്കിൽ അവരെ പോലെ പോയി സന്തോഷിക്കാൻ. അല്ലെങ്കിൽ എന്റെ ട്വിൻ സിസ്റ്റർ ഓൾറെഡി പോയി അവൾ നേഴ്സ് ആകാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓക്കെ അവരൊക്കെ എന്ത് സന്തോഷം, അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിക്കാം. പക്ഷെ അങ്ങനെ ഒരു ചിന്തകൾ പോലും എൻ്റെ ഉള്ളിൽ ഞാൻ സിസ്റ്റർ ആകുന്ന നിമിഷം വരെ ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല. ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തു. അതാണ് ഞാൻ എനിക്ക് എൻ്റെ ദൈവവിളിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കാരണം ഇന്നിപ്പോ പല പിള്ളേരും വന്ന് ഞാൻ ഒത്തിരി
ദൈവവിളിക്ക് വേണ്ടി പിള്ളേരോട് ഞാൻ നേരത്തെ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ സംവദിക്കേണ്ട ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പല കോൺഗ്രിഗേഷനെ, പല പ്രൊഫഷണൽസ് എന്നോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടാറുണ്ട് പിള്ളേരോട്. അപ്പൊ ഞാൻ തിരിച്ചറിയാൻ അവർക്ക് പല ഫോർമേഷൻ കാലഘട്ടത്തിലായിരിക്കും അവർ ഇങ്ങനത്തെ പല സ്ട്രഗിൾസിലൂടെ ഈവൻ ശരീരത്തിന്റെ ലെവലിലാണെങ്കിലും മനസ്സിന്റെ തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ ലോകത്തിന്റെ സന്തോഷങ്ങളിലാണെങ്കിലും ബുദ്ധി തലത്തിലൊക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് നന്ദി പറയും. കാരണം എനിക്ക് അങ്ങനെ ഒരു സ്ട്രഗിൾ ആ ടൈമിൽ ദൈവം തന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ എന്റെ ഈ ഫോർമേഷൻ കഴിഞ്ഞ് സിസ്റ്റർ ആകുന്നിടം വരെ തിരിച്ചല്ലെങ്കിൽ പോയി സന്തോഷിക്കാം എന്നൊരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അതായിരുന്നു ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തതെന്ന് ഞാൻ പറയാൻ കാരണം. ഒരു സ്പെഷ്യൽ കോള് ദൈവം എനിക്ക് തന്നു എന്ന് ഞാൻ ഇന്നും സന്തോഷിച്ച് വിശ്വസിക്കുകയാണ്.